നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ബീഹാർ ചരിത്രത്തിലെ കറുത്ത ഏടായി മാറുകയാണ്. സാമ്രാട്ട് ചൗധരി മുഖ്യമന്ത്രി കസേരയിലേക്ക് അമർന്നിരിക്കുമ്പോൾ ബീഹാറിലെ ഏറ്റവും വലിയ രാഷ്ട്രീയത്തിലെ കൊടും ക്രിമിനലായ വ്യക്തി എന്ന് പ്രശാന്ത് കിഷോർ അഭിസംബോധന ചെയ്ത് തെളിവുകൾ നിരത്തിയാണ്. കൃത്യമായി പ്രശാന്ത് കിഷോർ പറയുന്നുണ്ട് എങ്ങനെയൊക്കെയാണ് സാമ്രാട്ട് ചൗധരി ബീഹാറിനെ വീണ്ടും കൂടുതൽ ദുരിതത്തിലേക്ക് തള്ളിവിടാൻ പോകുന്നത്. വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലായിരുന്നാലും ആരോഗ്യ മേഖലയുടെ കാര്യത്തിലായിരുന്നാലും അതുപോലെ മറ്റു പല മാനദണ്ഡങ്ങളിലും ദേശീയ ശരാശരിയേക്കാൾ വളരെ വളരെ താഴ്ന്നു നിൽക്കുന്ന ഒരു സംസ്ഥാനം. അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്ത് കൃത്യമായി എഴുത്തും വായനയും ഏഴയിലത്തൂടെ കടന്നു പോകാത്ത പല കോടിക്കണക്കിന് ജനങ്ങൾ അധിവസിക്കുന്ന ബീഹാറിൽ അവിടെ സാമ്രാട്ട് ചൗധരി മുഖ്യമന്ത്രി ആയതിൽ അത്ഭുതമെന്ത് എന്നാണ് BJP ചോദിക്കുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ അങ്ങനെയൊക്കെ തന്നെയാണ്. എന്നാൽ മറ്റ് കളികൾ പല വഴികളിൽ ഉണ്ടാകുന്നുണ്ട്. പപ്പു യാദവ് വളരെ വ്യക്തമായി ആ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. അതായത് RJDയുമായി ബന്ധപ്പെട്ട പുതിയ ഏറ്റവും വലിയ നീക്കം എന്നത് ഐക്യ ജനതാദളിലെ പിളരുന്ന വിഭാഗം RJDയിലേക്ക് മെർജ് ചെയ്യാൻ പോകുന്നു എന്നതാണ്. ജനതാ പാർട്ടിയുടെ അതിപ്രസരമെല്ലാം കഴിഞ്ഞു. ഇനി BJP ഭരിക്കും, ഭാരതീയ ജനതാ പാർട്ടിയുടെ വസന്തകാലമാണ് എന്ന് പറഞ്ഞവർക്കുള്ള മറുപടി എന്ന രീതിയിലാണ്. MP-മാരും MLA-മാരും ഒക്കെ സാധാരണയിൽ കൂടുതൽ ഉള്ള പാർട്ടി എന്ന രീതിയിലാണ് ഐക്യ ജനതാദൾ ഇപ്പോൾ അടറാടാൻ ശ്രമിക്കുന്നതെങ്കിൽ തെറ്റിയിരിക്കുന്നു. ഐക്യ ജനതാദൾ പിളരാൻ പോകുന്നു. ലലൻ സിംഗും മറ്റ് പ്രധാനപ്പെട്ട നേതാക്കളും നോക്കി നിൽക്കെ തന്നെ പിളർപ്പിന്റെ വക്കിലേക്ക് പോകുന്നു. നിതീഷ് കുമാർ എന്ന ഒരു അതികായനായ നേതാവ് നയിച്ചത് കൊണ്ട് മാത്രം പിളരാത്ത ഒരു പാർട്ടി, അതിലെ പിളരുന്ന മുഖ്യ വിഭാഗം RJDയിലേക്ക് പോകുന്ന കാഴ്ച. ന്യൂനപക്ഷങ്ങളെ വിശ്വാസത്തിലെടുക്കാത്ത JDU, ഹിന്ദുത്വ അജണ്ട ഊട്ടി ഉറപ്പിക്കാൻ ശ്രമിക്കുന്ന JDU, കുർമി വിഭാഗത്തെ പോലും പരിപൂർണമായി വിശ്വാസത്തിലെടുക്കാൻ കഴിയാത്ത നിതീഷ് കുമാർ. നിതീഷിനെ സംബന്ധിച്ചിടത്തോളം എവിടെയാണ് ഓടി ഒളിക്കാൻ ശ്രമിക്കുന്നത് എന്ന് ബീഹാർ ജനത ചോദിച്ചു കഴിയുമാറ് പ്രകടനങ്ങൾ പല കോണുകളിൽ വരുന്നു. പാട്നയിൽ ഭരണമാറ്റം വരുമ്പോൾ അത് ഒട്ടും ആകസ്മികമല്ല. BJP നേതാക്കൾ വളരെ വർഷമായി അതിനുവേണ്ടി പണിയെടുത്തുകൊണ്ടേയിരിക്കുന്ന ഒരു BJP മുഖ്യമന്ത്രി ചരിത്രത്തിൽ ആദ്യമായി ബീഹാറിൽ ഉണ്ടാകാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഉത്ഭവിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ നടക്കുന്നുവെന്ന് പ്രത്യക്ഷമായും പരോക്ഷമായും പറഞ്ഞു നടക്കുന്നവർ പലരുമുണ്ട്. എന്നാൽ അതിനേക്കാൾ ശരവേഗത്തിൽ സംഭവിക്കാൻ പോകുന്ന ഒന്ന്, സാമ്രാട്ട് ചൗധരി അധികാരത്തിൽ കയറുന്നതും ഇവിടെ പ്രതിപക്ഷം കൂടുതൽ ശക്തമാകുന്ന രീതിയിൽ RJD വീണ്ടും കരുത്ത് പ്രാപിക്കാൻ പോകുന്നു. ഒറ്റയടിക്ക് ഐക്യ ജനതാദളിലെ MLA-മാരിലെ പിളർപ്പ് അതായിരിക്കും നിതീഷിന് സാക്ഷ്യം വഹിക്കാൻ പോവുക.